ഫോറക്സിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രോക്കറെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. വെൽക്കം ടു ദ ഡേ 16 ഓഫ് ഫോറക്സ് ലേണിംഗ് ചലഞ്ച് ഇൻ 30 days. ബ്രോക്കറെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിന്റെ റെഗുലേഷൻ ആണ്. അതിനു വേണ്ടിയിട്ട് ASIC, FCA, CFTC തുടങ്ങിയ ഫിനാൻഷ്യൽ അതോറിറ്റികളിൽ നിന്നും റെഗുലേറ്റഡ് ആണോ എന്നുള്ളത് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. രണ്ടാമതായിട്ട് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. നിങ്ങളുടെ ബ്രോക്കർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. കാരണം ഒരുപാട് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മൂന്നാമതായിട്ട് റേഞ്ച് ഓഫ് ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് നിങ്ങളുടെ ബ്രോക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ചില ബ്രോക്കേഴ്സ് ചില ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകളൊന്നും പ്രൊവൈഡ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് നിങ്ങളുടെ ബ്രോക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സ്പ്രെഡും അതുപോലെ തന്നെ കമ്മീഷൻസും. നിങ്ങൾ ബ്രോക്കറെ സെലക്ട് ചെയ്യുന്ന സമയത്ത് സ്പ്രെഡും കമ്മീഷനും കൃത്യമായിട്ട് കമ്പയർ